അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ഫോം ക്ലിയർ ചെയ്തിട്ടാണ്. എസ് ഫോം എങ്ങനെയാണ് എസ് ഫോം യൂസ് ചെയ്യുക എന്നുള്ളത് എസ് ഫോമിൻ്റെ ഒരു ചാർട്ടൊക്കെ വരച്ചിട്ട് നമ്മൾ അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എസ് ഫോമിന് നമുക്ക് തെറ്റില്ല. എസ് ഫോമിന് ശേഷം നമ്മൾ 3 ടെൻസിലെ 4 ഡിവിഷൻ അടക്കം 12 ഡിവിഷൻസ് ശരിക്കും ബൈഹാർട്ടാക്കി. അതോടൊപ്പം ആ ടെൻസ് കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് ഉണ്ടാക്കണം. അത് നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് ജസ്റ്റ് ആ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നമ്മൾ കുറച്ച് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 12 ടെൻസ് ഇതൊക്കെയാണ്. ഞാൻ പറയുന്നത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 3 ടെൻസാണ് പഠിച്ചത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ തന്നെ പ്രസൻറ്റ് സിമ്പിൾ ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ബാക്കി എല്ലാറ്റിനും അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയും? സബ്ജക്റ്റിൻ്റെ വെർബിൻ്റെ ഇടയിൽ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴാണ് പ്രസൻറ്റ് സിമ്പിളിൽ നമ്മൾ സംസാരിക്കുക? അത് ഡെയിലി ഹാബിറ്റ്സ് പറയാൻ വേണ്ടി. ഇതൊന്നും നേരത്തെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് മലയാളത്തിലൊന്ന് എഴുതി വെച്ചോളൂ. രണ്ടാമത്തെ ടെൻസ് കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ടെൻസ് തന്നെയാണ്. അപ്പം അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമത്തെ ഡിവിഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് കണ്ടിന്യൂസ് ആണെന്ന് അറിയാനുള്ളൊരു മാർഗം ING ഉണ്ടോ നോക്കിയാൽ മതി. ആം, ഈസ്, ആറാണെങ്കിൽ പ്രസൻ്റ് ആണ്. ING കണ്ടാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഉണ്ട്, ടുണ്ട് എന്നൊക്കെ പറയാനുള്ള ടെൻസാണ്. ഹാവും ഹാസാണ് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഹാവോ ഹാസോ കണ്ടാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. നെക്സ്റ്റ് ടെൻസ് വരുന്നത് ഹാവോ ഹാസോ ഉണ്ട്, അതായത് പെർഫെക്റ്റ് തന്നെ. അതിൻ്റെ കൂടെ ING കൂടെ കാണും. അപ്പോൾ വായിക്കേണ്ടത് ഇത് ഏത് ടെൻസാണെന്ന് കണ്ടെത്തേണ്ടത് ഹാസ് കണ്ടാൽ പെർഫെക്റ്റ് ആണ്, ING കണ്ടാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? സബ്ജക്റ്റും അതിൻ്റെ കൂടെ V2 രണ്ടാമത്തെ ഫോം കൂടെ കണ്ടാൽ അത് സിമ്പിൾ ആണ്. അതിൻ്റെ കൂടെ ആമോ ഈസോ അല്ല വാസും വേറൊന്നുമില്ല എങ്കിൽ സിമ്പിൾ ആണ്, സിമ്പിൾ പാസ്റ്റ്. വാസും വേറും പാസ്റ്റിനെ സൂചിപ്പിക്കും, ING കണ്ടിന്യൂസിനെ സൂചിപ്പിക്കും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങോട്ട് വരുമ്പോഴോ ഹാഡ് എല്ലാ സമയത്തും പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ്. കണ്ടിന്യൂസ് എന്ന് പറയാൻ ഇവിടെ കണ്ടിന്യൂസ് ഇല്ല, V3 അവസാനിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പറയാനറിയാം ഹാഡ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ഇവിടെ ING കാണുന്നുണ്ട്, അപ്പോൾ കണ്ടിന്യൂസ് എന്ന് കൂടെ പറയാം. ഇതേപോലെ ഫ്യൂച്ചറിലും വില്ല് കണ്ട അപ്പോൾ ഉറപ്പിക്കാം അത് ഫ്യൂച്ചറാണ്. വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൻ്റെ കൂടെ ING കൂടെ കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. വില്ല് കണ്ട ഫ്യൂച്ചറാണ്, ING കണ്ട കണ്ടിന്യൂസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ വില്ലിൻ്റെ കൂടെ ഹാവ് കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ING ഇല്ല, അപ്പോൾ വേറെ ഒന്നും പറയണ്ട, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൻ്റെ വില്ല്, പെർഫെക്റ്റിൻ്റെ ഹാവ്, കണ്ടിന്യൂസിൻ്റെ ING. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് നമ്മൾ ടെൻസിനെ മനസ്സിലാക്കേണ്ടത്. ഈ ടേബിൾ നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കി ഇരിക്കണം. അപ്പോൾ ടെൻസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക തറവാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എന്നാലും നമുക്ക് ടെൻസ് പ്രാക്ടീസ് വളരെ ക്ലിയർ ആവണം. ഇനി നിങ്ങളുടെ ജസ്റ്റ് നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, പക്ഷെ ഇതൊന്നുകൂടെ ചെയ്യണം. ഇത് ഇടയ്ക്കൊക്കെ ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസ് പോലെ ചെയ്യണം. എന്നാലേ നമുക്ക്
ഗ്രാമർ തെറോ ആവുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഷാഹിന ഒന്ന് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? ഷാഹിന ലൈവിലുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയുന്ന നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കഴിഞ്ഞ തവണ ചെയ്തതാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ ഗ്രാമർ ക്ലാസ്സിന്റെ ലിങ്ക് വന്നിട്ട് കൊടുക്കട്ടെ. ഓക്കെ. ഓക്കെ, അപ്പം എന്തായാലും ഷാഹിന മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഇതിലെ ഒന്നാമത്തെ സെന്റൻസ് ഏത് ടെൻസിൽ വരുന്നു? ബുക്ക് ഇപ്പോൾ എടുക്കണ്ട കേട്ടോ. ഒന്നാമത്തത് ഏത് ടെൻസിൽ വരുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അഞ്ചാമത്തെ സിമ്പിൾ പറയാം സർ. ഹാവ് ആണ് കാണാനുള്ളത്. പ്രസന്റ് പെർഫെക്റ്റ്. ഒമ്പതാമത്തെ സിമ്പിൾ പാസ്റ്റ്. പതിനാറാമത്തെ പതിനാറാമത്തെ ഒരു മിനിറ്റ്, 16 ഇത് 16. പറഞ്ഞോളൂ. 16 വില്ല് വന്നാൽ ഫ്യൂച്ചറായി. അങ്ങനെ തന്നെ പറഞ്ഞ് പിടിക്കണം. ഓക്കെ, ഷാഹിന ഉണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാം ഷാഹിനക്ക്. പിന്നെ വേറെ ആരായിരുന്നു ജോയിൻ ചെയ്തത്? ദീപയാണോ? മൈക്കൊന്ന് ഓൺ ചെയ്യോ? ദീപ ഉണ്ടോ? മുബീന ഒന്ന് ഓൺ ചെയ്യോ മൈക്ക്? ഓക്കെ, സെലീന ഓക്കെ ആണെങ്കിൽ ചെയ്യാട്ടോ, ഞാൻ ചാൻസ് തരാം. സെലീന വെയിറ്റ് ചെയ്യൂ. മുബീന ഒന്ന് ട്രൈ ചെയ്യൂ. ഞാൻ പറയുന്ന ടെൻസിന്റെ പേര് പെട്ടെന്ന് പറയും. നാലാമത്തെ ഒന്ന് പറയൂ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 14ാമത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, 11 കറക്റ്റ് ആണ്. 11 പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, 9 പാസ്റ്റ് സിമ്പിൾ. ഓക്കെ, 18 ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇത് നേരത്തെ മൈക്ക് ഓൺ ചെയ്തത് സെലീനാണോ? സെലീന ഒന്ന് മൈക്ക് ഓൺ ചെയ്യും.
ഓണായോ? ആ ഓക്കെ. കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ് ഒക്കെ കേട്ടതാണോ? അതെ. വീഡിയോ കണ്ടുണ്ട്. അപ്പോൾ ഏകദേശം ടെൻസിനെ കുറിച്ച് ഒരു ബോധം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ടെൻസ് ഏതാ? ഒന്നാമത്തെ സെന്റൻസ് കാണുമ്പോൾ ടെൻസ് ഏതാ? പ്രസന്റ് സിം ഓക്കെ. രണ്ടാമത്തതോ? രണ്ടാമത്തത് എന്നല്ലേ? പ്രസന്റ് സിമ്പിൾ എന്നല്ലേ? ആണ്, സംശയമില്ല. നിങ്ങളെ കൊണ്ട് പറ്റും. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് കേട്ടോ. ഈ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ടെൻസ് പഠിച്ചിട്ടില്ല, ഗ്രാമർ പഠിച്ചിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളെ നാവിൽ വരുന്നത് കറക്റ്റ് ആയിരിക്കും ഇനി. അപ്പോൾ അതന്നെ. മൂന്നാമത്തതോ? പ്രസന്റ് കണ്ടിന്യൂസ്. നാലാമത്തതോ? അത് പ്രസന്റ് കണ്ടിന്യൂസ്. അല്ല, പ്രസന്റ്. അഞ്ചാമത്തതോ? ശരി, കറക്റ്റ് ആണ്, തെറ്റില്ല. പ്രസന്റ് കണ്ടിന്യൂസ്, ING ഉണ്ട്. അഞ്ചാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ആറാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഏഴാമത്തത് ഇത് ഹാഡാണ് കേട്ടോ, എന്നോട് തെറ്റിപ്പോയതാണ്. ഹാഡ് ബീൻ ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. ഹാഡല്ല, ഹാവാണ് അവിടെ വരേണ്ടിയിരുന്നത്. പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ ഹാഡ് പറഞ്ഞപ്പോൾ പാസ്റ്റ് പറഞ്ഞു. ഓക്കെ. എട്ടാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. യെസ്. ഒമ്പതാമത്തത് നിങ്ങൾ പറഞ്ഞോളൂ. പാസ്റ്റ് സിമ്പിൾ. ഓക്കെ, കറക്റ്റ് ആണ്, ഒരു മിസ്റ്റേക്കും ഇല്ല. ദെൻ പതിനെട്ടാമത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. പതിനേഴാമത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. പതിനാറാമത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ. ദെൻ 14 ഫ്യൂച്ചർ സിമ്പിൾ. ഓക്കെ. ദെൻ 13 പാസ്റ്റ് പെർഫെക്റ്റ്. അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. 12 പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, കറക്റ്റ്. ദെൻ 11 പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. 10 പ്രസന്റ് സിമ്പിൾ, കറക്റ്റ് ആണ്. ഒരെണ്ണം പോലും തെറ്റിയിട്ടില്ല. പക്ഷെ തെറ്റാണ് എന്നൊരു ചിന്തയുണ്ട്, പക്ഷെ തെറ്റല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്ത് ടെക്നിക്കാണ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തത് ഇത് കണ്ടെത്താൻ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇത്രയും 10-18 സെന്റൻസുകൾ നിങ്ങളുടെ മുന്നിൽ തന്നിട്ട് അത് ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് അധികം ആൾക്കാർക്കും ഇല്ല. ഇംഗ്ലീഷിൽ എത്ര എക്സ്പെർട്ട് ആയാലും MA ഇംഗ്ലീഷ് എടുത്ത ആൾക്കാർക്ക് പോലും ഒരു സെന്റൻസ് കണ്ടിട്ട് അത് ഇന്ന ടെൻസ് ആണെന്ന് പറയാനുള്ള കഴിവ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്? എങ്ങനെയാണ് ഇപ്പം നിങ്ങളിത് തിരിച്ചറിയുന്നത്? അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ സെലീന? ഓക്കെ. ആ ഐഡിയ ഒന്ന് പറയോ? എന്ത് നോക്കിയിട്ടാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് ഇന്ന ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്?
കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു പട്ടിക ഉണ്ടായില്ല മുകളില് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അതിൽ അത് ഈ ഇടയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കാണുമ്പോഴേക്ക് നമുക്ക് ഇന്ന ടെൻസാണ്, അതായത് വാസ് കണ്ടാല് ഈസ് ആറ് ആം കണ്ടാലൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലെ, ING കാണുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ. പിന്നെ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെയും വെർബിന്റെ ഇടയിൽ ആരൊക്കെ വരുന്നുണ്ട്, ING വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ്. കാരണം ഇതിപ്പോ നമ്മൾ വെറും 2 ക്ലാസ് ആയുള്ളൂ. ആ 2 ക്ലാസ് കൊണ്ട് നിങ്ങൾ എല്ലാ ടെൻസും നിങ്ങളുടെ മൈൻഡിൽ അതിന്റെ പേരും ഉണ്ട്. അതാണ് ഞാൻ പേര് പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ ഇത് ഏകദേശം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ 1 കൊല്ലം പഠിച്ചാലും ഇത് പഠിയില്ല. ഒരു ടെൻസ് ഇന്ന് എടുത്തിട്ട് പിറ്റത്തെ ടെൻസ് അടുത്ത മാസം എടുത്ത്, അപ്പോൾ നമ്മൾ വെറും 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഈ ക്ലാസ് ഫസ്റ്റത്തെ ക്ലാസ് കേട്ടാൽ ഇത് മനസ്സിലാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് കേൾക്കാത്തവരെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ആപ്പ് ഇല്ലാത്തവർക്കും അത് കാണാം. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ടെൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഇതെല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഇതാണ്. നിങ്ങൾ നോട്ട് ബുക്ക് എടുക്കുക, ഹെഡിങ് എഴുതുക. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ സെന്റൻസുകളാണ്. ഐ റൈറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക? അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് നെഗറ്റീവ് സെന്റൻസ് എന്നാണ്. നെഗറ്റീവ് സെന്റൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. ഹെഡിങ് മാത്രമേ എഴുതേണ്ടതുള്ളൂ, ബാക്കി പിന്നീട് ഹോംവർക്ക് പോലെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇനി ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എഴുതുന്നു എന്ന് എങ്ങനെ പറയും? ഞാൻ എഴുതുന്നു. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ നേരത്തെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ആയിരുന്നു? മുബീന ഓർമ്മ ഉണ്ടോ? ഞാൻ എഴുതുന്നു എന്ന് എങ്ങനെ പറയും? I write. ഐ റൈറ്റ്. ഞാൻ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് ആക്കിയിട്ട് നമുക്ക് പറയേണ്ടി വരുമല്ലോ, സംസാരിക്കേണ്ടി വരുമല്ലോ. ഞാൻ എഴുതുന്നില്ല. നീ എഴുതണില്ലേ? ഇല്ല, ഞാൻ എഴുതുന്നില്ല. ഞാൻ പോകുന്നില്ല, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ മുബീൻ ഒന്ന് പറയണം, ഞാൻ എഴുതുന്നില്ല എന്ന് എങ്ങനെ പറയും? I don't write. ഐ ഡോണ്ട് റൈറ്റ്. ഓക്കെ. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡോണ്ട് യൂസ് ചെയ്തു അല്ലേ? പലപ്പോഴും ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഐ ആം നോട്ട് റൈറ്റിംഗ് എന്നൊക്കെ വെച്ചിട്ട് പറയാം, IN വെച്ചിട്ട് പറയും. അത് വേണ്ട, നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഡോണ്ട് ആണ് ചേർക്കേണ്ടത്. അതായത് ഞാൻ എഴുതുന്നില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് എന്നാണ് ചേർക്കേണ്ടത്. എന്താണ് സോറി ഐ ഡു നോട്ട് ആണ് ഡോണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഐ ഡു നോട്ട്, ഞാൻ എഴുതുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഈ ഡോണ്ട് വന്നത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഡു വന്നത്? നമ്മൾ ഒരു സെന്റൻസിനെ, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ഒരു കാര്യം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടേക്കൊന്ന് നമുക്ക് പോവാം. അതായത് ഇങ്ങനൊരു സാധനം നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇതിനെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ കണ്ടല്ലോ, ചില സ്ഥലത്ത് പ്ലേ എന്നും ചില സ്ഥലത്ത് പ്ലേസ് എന്നും നമ്മൾ കണ്ടു. പ്ലേ എന്നും പ്ലേസ് എന്നും നമ്മൾ കണ്ടു. എന്താണ് ഈ പ്ലേ, എന്താണ് ഈ പ്ലേസ്? എവിടെ നിന്നാണ് ഈ എസ് ഫോം വന്നത്? അതായത് എല്ലാ വെർബിലും ഞാനോട് പറഞ്ഞുതരാം. പ്ലേ എന്നതിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങളൊന്ന് പറയോ? പ്ലേ പ്ലേ എന്നതിന്റെ മീനിങ് എന്താ? കളിക്കുക എന്നല്ലേ? കളിക്കുക. ഈ പ്ലേ കളിക്കുക എന്നല്ല ശരിക്കും പറഞ്ഞ.
ഇതിന്റെ പേര് കളി എന്ന് മാത്രം. മനസ്സിലായോ? കളി അങ്ങനെയുള്ള ശരിക്കുള്ള മീനിങ് കളിക്കുക എന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് കളിക്കുക എന്നാവണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് കൂടെ വരണം? ഡു പ്ലേ എന്ന് വരണം. കളി പ്ലസ് ചെയ്യുക എന്നാണ് കളിക്കുക എന്ന് പറയുന്നത് മലയാളത്തിൽ. കളി ചെയ്യുക, അതാണ് ഈ കളി ചെയ്യുക, ഡു പ്ലേ. ഇങ്ങനെയാണ് ശരിക്കും ഇംഗ്ലീഷ്, ഡു പ്ലേ എന്നാണ്, കളി ചെയ്യുക എന്നാണ്. പക്ഷേ പറയാനുള്ള നമ്മൾ കളി ചെയ്യുക എന്ന് തന്നെ മലയാളത്തിലും പറയുക. അതിനെ നമ്മൾ സംസാരിക്കാനുള്ള എളുപ്പത്തിന് ലാസ്റ്റ് ഒരു കുക ചേർത്തതാണ്. എന്ന് പറഞ്ഞാൽ കളി ചെയ്യുകനെ ചുരുക്കിയിട്ട് നമ്മൾ ഉള്ളിൽ കിട്ടും. അതേപോലെ തന്നെയാണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഡു എന്ന് പറയുന്ന വെർബിന് ഈ ഒരു വെർബ് എന്തോ ആവട്ടെ, ഇത് വെർബല്ല, ഓക്സിലറി ആണ്. ഇതിന്റെ ഉള്ളിൽ കിട്ടിട്ട് അതാണ് ഈ പ്ലേ. അപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ ആ വെർബിന്റെ ഉള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട്. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ ഉള്ളിൽ ഡു ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരുണ്ട്? ഇതിന്റെ ഉള്ളിൽ ആരുണ്ടാവണം? ഡസ് ഉണ്ടാവണം. ആ ഡസ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ പ്ലേസ് എന്നുള്ള എസ് ഇവിടെ പുറത്ത് കാണുന്നത്. ഡസിന്റെ എസ് ആണ് ഈ പുറത്ത് കാണുന്നത്. അപ്പം ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേ. ഇതൊരു ഇക്വേഷൻ ആണ്, അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതിന് ഡിഡ് ആണെങ്കിലോ, ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേയിഡ്. പ്ലേയിഡ് എന്നുള്ളൊരു വെർബ് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡിഡ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മാത്രമേ ഉള്ളൂ. പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട്. പ്ലേസ് എന്ന് പറയുന്ന വെർബിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഡസ് ഉണ്ട്. പ്ലേയിഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ട്. മനസ്സിലായല്ലോ? അത്രേ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇത് ഈ പോർഷൻ നോക്കണ്ട. പ്ലേൻ്റെ ഉള്ളിൽ ഡു ഉണ്ട്, പ്ലേസിൻ്റെ ഉള്ളിൽ ഡസ് ഉണ്ട്, പ്ലേഡിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ട്. അത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക്, അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഡസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടന്നോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഉള്ളിൽ കിടന്നോട്ടെ, പുറത്തേക്ക് എടുക്കണോ? ആ, ചില സമയത്ത് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നെഗറ്റീവ് സെൻറ്റൻസസ്. ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പം വെർബിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡു അല്ലെങ്കിൽ ഡസ്സിനെ പുറത്തെടുക്കണം. അതാണ് ഇവിടെ ഈ ഡു കാണുന്നത്. റൈറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ഡൂവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ നോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഐ നോട്ട് റൈറ്റ് എന്ന് എഴുതാം. അങ്ങനെ പറയുന്നവരുണ്ട് ചിലപ്പോൾ, ഐ നോട്ട് റൈറ്റ് അങ്ങനെയൊക്കെ പറയും ചിലർ. സബ്ജക്റ്റിൻ്റെ കൂടെ ഒരിക്കലും നോട്ട് ചേർക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡൂവിനെ പുറത്തെടുത്തിട്ട് ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർക്കാം. അങ്ങനെ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നതിന് ചുരുക്കിയിട്ട് നമ്മൾ ഡോണ്ട് എന്നും പറയും. ഐ ഡി നോട്ട് റൈറ്റ്. അങ്ങനെയാണ് ഈ ഡു വന്നത്. അങ്ങനെയാണെങ്കിൽ ഹി ഈറ്റ്സ്. ഇതിനെ മുബീന ഒന്ന് നെഗറ്റീവ് ആക്കുക. ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ നെഗറ്റീവ് ആക്കും? അവൻ തിന്നുന്നു, അവൻ തിന്നുന്നില്ല. ഈ ഡോണ്ട് തന്നെയാണോ? ഈ ഡോണ്ട് അവിടെയാണ് നമ്മൾ ഹി ഡോണ്ട് ഈറ്റ്, അവൻ തിന്നുന്നില്ല. ഇങ്ങനെ എഴുതിയ തെറ്റി. അപ്പൊ അവിടെ എന്ത് എഴുതണം? ഈ ഈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഡസ്. ഇങ്ങനെയൊക്കെ കറക്റ്റ് ആയാലേ ഡസിൻ്റെ ഹി ഡസിൻ്റ് ഈറ്റ്. പിന്നെ ഇവിടെ എന്തില്ല? എസ് വരില്ല. കാരണം ഈ എസ് എവിടെ പോയി? ഡസിൽ പോയി. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില സ്ഥലത്ത് ഡസും ചില സ്ഥലത്ത് ഡൂവും വരുന്നു. അത് ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പോണ്ട. അതായത് ഐ ഡോണ്ട്, ദേ ഡോണ്ട്, ഷീ ഡസിൻ, ഇറ്റ് ഡസിൻ, രാമു ഡസിൻ, അനു ആൻഡ് വിനു ഡോണ്ട്. ഇതെങ്ങനെ കിട്ടും? ഇത്രയും സ്പീഡിൽ ഇതെങ്ങനെ കിട്ടും? നിങ്ങൾക്കും കിട്ടും. നിങ്ങളൊരു പക്ഷെ എന്നെക്കാളും സ്പീഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതെങ്ങനെ?
എങ്ങനെ പറയും? എവിടേക്കും പോണ്ട, ഇവിടേക്ക് വന്നാൽ മതി. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എസ് ഫോം തന്നെയാണ് ഇവിടെയും സംഗതി. ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞു നമ്മളിവിടെ ഡു എന്ന് എഴുതി വെച്ചത് വേറെ ആവശ്യത്തിന്. ആ ആവശ്യമാണ് ഇപ്പോൾ. ഡു എന്ന് പറഞ്ഞാൽ ഐ ഡു, ദേ ഡു, അതിൻ്റെ കൂടെ നോട്ട് ചേർക്കാം. അപ്പം നമുക്ക് ഇതിന് തന്നെ ഡോണ്ട് എന്നിട്ട് എഴുതി വെച്ചാൽ മതി. ഡോണ്ട്, ഡോണ്ട്. ഡോണ്ട്. അപ്പം ഇനി നമുക്ക് തെറ്റൂല. സാധാരണ ഇംഗ്ലീഷിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഡോണ്ടും ഡസിൻ്റും തെറ്റുക. അതായത് നമ്മൾ പറയും അവൻ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, അവൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ഹി ഡസൻറ്റ് ഗോ ടു സ്കൂൾ. പക്ഷെ ഡസ് നമുക്ക് വരില്ല. പക്ഷെ ഇനി അങ്ങനെ തെറ്റരുത്, വരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പക്ക ഗ്രാമർ കറക്റ്റ് ആയാൽ നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ആ കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനൊക്കെ ചറവറാന്ന് സംസാരിക്കാൻ സാധിക്കും. സോ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡോണ്ട് ഡസും യൂസ് ചെയ്യുക? ഐ ഡോണ്ട്, യു ഡോണ്ട്, ദേ ഡോണ്ട്, വി ഡോണ്ട്, അനൻ, വിനു ഡോണ്ട്. ഹി ഡസിൻ്റ്, ഷീ ഡസിൻ്റ്, ഇറ്റ് ഡസിൻ്റ്, രാമു ഡസിൻ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ മുബീന? ക്ലിയർ ആയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ സബ്ജക്റ്റ് പറയും, മുബീന എന്ത് പറയണം? ഡോണ്ട് ആണോ ഡസിൻ്റ് ആണോ എന്ന് ഓൺ ദ സ്പോട്ടിൽ പറയണം. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഐ ഡോണ്ട്. ഷീ ഡസിൻ്റ്. രാമു ഡസിൻ്റ്. ഇറ്റ് ഡസിൻ്റ്. ഐ ഡോണ്ട്. യു ഡോണ്ട്. ദേ ഡോണ്ട്. ഷീ ഇല്ല. ഷീ ഡസിൻ്റ്. ഇറ്റ് ഡസിൻ്റ്. ഓക്കെ, ഓക്കെ ആണ്. നമുക്ക് ജസ്റ്റ് ഒരാൾ കൂടെ ഒന്ന് ജസ്റ്റ് ചെയ്യിപ്പിക്കാം. ദെൻ റാഫിയത്ത് ഓക്കെ ആണോ? ലൈവിലുണ്ടോ റാഫിയത്ത്? ജസ്റ്റ് ഇപ്പൊ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഡോണ്ട്, ഷീ ഡസിൻ്റ്, രാമു ഡസിൻ്റ്, ദേ ഡസിൻ്റ്, അനൻ, വിനു ഡസിൻ്റ്, അനു ആൻഡ് വിനു ഡസിൻ്റ്. അടി. ഹലോ അനു ആൻഡ് വിനു ഒന്നും കൂടി മനസ്സിലായില്ല. അനു ആൻഡ് വിനു എന്ന് പറഞ്ഞാൽ ഡോണ്ട് ആണോ ഡസിൻ്റ് ആണോ? ഡസിൻ്റ്. ശരിയാണോ മുബീന? അല്ല, അതില് 2 പേര് വരുന്നുണ്ട്. പേര് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരിക കേട്ടോ. അതാണ് ഞാൻ പേരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. നെയിംസ് വരുമ്പോൾ ഡോണ്ട് ആണ്, അത് കൺഫ്യൂഷൻ വരും, സ്വാഭാവികമായിട്ട് വരുന്ന കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. then ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഷീ ഓക്കെ. ഷീ ഷീ ഡസിൻ്റ്, ഇറ്റ് ഡസിൻ്റ്, ദേ ഡസിൻ്റ്, രാമു ഡസിൻ്റ്, അനു ഡസിൻ്റ്, വിനു ഡസിൻ്റ്, സീത ഡസിൻ്റ്, അനു ആൻഡ് വിനു ഡോണ്ട്, അനു ഡസിൻ്റ്, രാജു ആൻഡ് രാധ ഡോണ്ട്. ഓക്കെ, ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ ബാക്കിയുള്ളവർ ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആവും. എല്ലാവരും കൂടെ എടുക്കുമ്പോൾ നമ്മൾ ഈ ലൈവ് ഒരു ബോറിംഗ് ആവും, അതുകൊണ്ട് ചെയ്യണില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ഒരു മെത്തേഡിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഹൗ ടു മേക്ക് നെഗറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ,
ഡോണ്ടും ഡസിൻറ്റും തെറ്റും. ഡോണ്ട് യൂസ് ചെയ്യണം, ഡസിൻറ്റും യൂസ് ചെയ്യണം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഐ റൈറ്റ്, ഐ ഡോണ്ട് റൈറ്റ്. ഹി ഈറ്റ്സ്, ഹി ഡസിൻറ്റ് ഈറ്റ്. എങ്ങനെ ഡോണ്ടും ഡസും മനസ്സിലാക്കാം? ഐ, യു, ദേ, വി. ഡോണ്ട്. ബാക്കി എല്ലാവർക്കും ഡസിൻറ്റ്. തെറ്റില്ലല്ലോ? തെറ്റാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വർക്കൗട്ടാണ് കേട്ടോ, നിങ്ങളിത് വർക്ക് ചെയ്യണം. അതായത് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിലെ 15 സെൻറ്റൻസ് ഇവിടെ ഉണ്ട്. ഈ 15 സെൻറ്റൻസും തെറ്റാതെ നെഗറ്റീവ് ആക്കിയിട്ട് എഴുതണം. ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഐ റൈറ്റ്, അല്ലെങ്കിൽ ഒരാളൊന്ന് പറയും. ഞാൻ ഒരാളെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരല്ലാത്ത ഒരാളെ ഞാൻ വിളിക്കാം. ജസ്റ്റ് ഒന്ന് പറയും. ഇപ്പോൾ എഴുതി വെക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പം സ്വന്തമായിട്ട് ഇരുന്ന് എഴുതണം. അപ്പോഴാണ് കൂടുതൽ പഠിക്കുക. ദെൻ സെലീന. സെലീന നേരത്തെ ലൈവ് വന്നിരുന്നു. സിന്ധു അവൈലബിൾ ആണോ? മുമ്പത്തെ ക്ലാസ്സൊക്കെ കിട്ടിയതാണ്. ഓക്കെ അല്ലേ? അതെ. ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ആരും എഴുതണ്ട, നിങ്ങളും എഴുതരുത്. അതായത് ഐ റൈറ്റിനെ ഐ ഡോണ്ട് റൈറ്റ് എന്നാക്കാം. ഹി ഈറ്റ്സിനെ ഹി ഡസിൻറ്റ് ഈറ്റ് എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ ദേ വാക്ക് എന്തായിരിക്കും? They doesn't walk. ശരിയല്ലെങ്കിൽ സോറി, ദേ ഒന്നുകൂടെ പറയൂ, ക്ലിയർ ആയില്ല. Don't walk. Don't walk. ദേ ഡോണ്ട് വാക്ക്. അടുത്തത് പറയൂ. ഫുള്ള് നിങ്ങൾ തന്നെ പറയണം. മേരി don't walk. Don't walk. Mary doesn't walk. അങ്ങനെ ശരിയായി, കറക്റ്റ് ആയിട്ട് പോരട്ടെ. ഓക്കെ. ദെൻ അനു ആൻഡ് വിനു. Anu and Vinu doesn't walk, play. തെറ്റി. And ബാക്കിയുള്ളവർ don't play. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഹി ഈറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഹി ഡസിൻറ്റ് ഈറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ എസ് ഉണ്ടോ? ഇല്ല. ആ എസ് എവിടെ പോയി? ഇങ്ങോട്ട് വന്നു കേട്ടോ. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം എല്ലാ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആയി. ഓക്കെ. ഇനി ഇവിടെ ആണെങ്കിൽ ഐ റോട്ട് ആണെങ്കിൽ എന്തായി മാറും? നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റിൽ I didn't live, sir. ഓക്കെ. യെസ് കറക്റ്റ് ആണ്. അപ്പോൾ എല്ലാം ഡിഡിന്റ് തന്നെ വരും. ഐ ഡിഡിന്റ്, ഹി ഡിഡിന്റ്, ദേ ഡിഡിന്റ്, മേരി ഡിഡിന്റ്. അങ്ങനെ പോയാൽ നമ്മൾ ഫ്യൂച്ചറിലെത്തും. ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം സബ്ജക്റ്റിന്റെ വെർബിന്റെ ഇടയിൽ ഒരു ഓക്സിലറി അവിടെ കാണാനുണ്ട്. അതിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ നോട്ട് ചേർക്കുമ്പോൾ വെയിറ്റ്, വില്ലിന്റെ കൂടെ നോട്ട് ചേർത്താൽ തന്നെ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെന്റൻസിൽ ഐ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞോളൂ. ഐ വിൽ നോട്ട് പ്ലേ. ഇത്ര മതി. ഐ വിൽ നോട്ട് പ്ലേ. ഈ വിൽ നോട്ട് പ്ലേനെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, വോണ്ട്. ഐ വോണ്ട് പ്ലേ. വോണ്ട്, വാണ്ട് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് അങ്ങനെയല്ല, വോണ്ട്. ഐ വോണ്ട് പ്ലേ. വിൽ നോട്ടിന്റെ ചുരുക്കരൂപമാണ് വോണ്ട്. നമ്മൾ ഡസ് നോട്ടിനെ ഡസിന്റ് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾക്കുള്ള വർക്കാണ് ഇന്ന്. കൂടുതൽ വർക്ക് ഉണ്ട്. അതായത് ഈ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈ ടേബിള് കിട്ടാത്തവർ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇപ്പോൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പറയണം, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോ ആണ്. നെഗറ്റീവ് സെന്റൻസസ്. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തവർ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ. സർ ഞാൻ എടുത്തു. ഓക്കെ. അപ്പോൾ
ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എല്ലാം നേരത്തെ എടുത്ത എക്സാമ്പിളാണ്. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പം നെഗറ്റീവ് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വെർബിൻ്റെ ഉള്ളിലും ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടെന്നും ഈ ഡൂം ഡസ്സും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് പുറത്തെടുക്കണമെന്നും പറഞ്ഞു. 2 സിറ്റുവേഷനിലാണ് പുറത്തെടുക്കുക. ഒന്ന് നെഗറ്റീവ് ആക്കുമ്പോൾ, 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? അപ്പോൾ നിങ്ങൾ അടുത്ത ഹെഡിങ് കൊടുക്കണം. അടുത്ത ഹെഡിങ് വേണ്ടത് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നാണ്. ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാൻ ഈ പറയണതൊന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾ ഈ ടേബിൾ മാത്രമാണ് അതിൻ്റെ താഴെ എഴുതേണ്ടത്. ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പേജിൽ എഴുതിയേക്കുക. അടുത്ത പേജിലാണ് മേക്കിംഗ് ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത്. ഇന്ന് നമുക്ക് 2 പേജാണ് എഴുതാനുള്ളത്. 1 നെഗറ്റീവ് സെൻറ്റൻസ്, 2 മേക്കിംഗ് ക്വസ്റ്റ്യൻ. ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ. നീ എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? നീ എഴുതുന്നുണ്ടോ? അതായത് ക്വസ്റ്റ്യൻ വേർഡ് അല്ലാതെ വാട്ട് വിച്ചൊന്നും ഇല്ലാതെ ഐ റൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. നീ എഴുതുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലോ. എങ്ങനെ ആയിരിക്കും? നിങ്ങളൊന്ന് പറയൂ. നീ എഴുതുന്നുണ്ടോ? അവിടെ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാം. അപ്പോൾ ഡു യു റൈറ്റ്, ഡു യു റൈറ്റ്. പൊതുവെ ചിലരൊക്കെ ഈ സ്പോക്കൺ ഇംഗ്ലീഷുകാരും അവരൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, നമ്മൾ നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് വെറുതെ ഡു യു റൈറ്റ് ചോദിക്കാതെ ആർ യു വെച്ചിട്ട് ചോദിക്കാം, അല്ല അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ റൈറ്റ്, യു റൈറ്റ് എന്ന് ചോദിച്ചിട്ട് വെറുതെ തലങ്ങനെ കുലുക്കിയിട്ട് ചോദ്യം പോലെ ചോദിക്കും. അങ്ങനെയൊന്നുമല്ല. ഡു യു റൈറ്റ് എന്ന് കറക്റ്റായി ഗ്രാമർ കറക്റ്റായിട്ട് തന്നെ ചോദിക്കുക. ഡു യു റൈറ്റ്, ഡു യു റൈറ്റ്, നീ എഴുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൾ എഴുതുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? മുബീന എന്ന് പറയാം. അവൾ എഴുതുന്നുണ്ടോ? അറിയില്ല. അതായത് ആ ഡൂവിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഡസ്. ഡസ് യു റൈറ്റ്? ഇങ്ങനെയാണ് ശരിക്കും ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വരുന്നത്. ഡസ് യു റൈറ്റ്? അവള് എഴുതുന്നുണ്ടോ? ഡസ് യു റൈറ്റ്? അവൾ എഴുതുന്നുണ്ടോ? അവൾ പോകുന്നുണ്ടോ? ഡസ് യു ഗോ ടു സ്കൂൾ ടുഡേ? നമ്മളിതൊക്കെ എങ്ങനെ ഇതുവരെ ചോദിച്ചിരുന്നത്? നമ്മളെ വീട്ടിൽ നിന്ന് കാര്യം പുറത്ത് പോകുമ്പോൾ അവൾ ഇന്ന് കല്യാണത്തിന് പോകുന്നുണ്ടോ? ഡസ് യു ഗോ ടു മാരേജ് ടുഡേ? ഡസ് യു? അപ്പോൾ ഡു യു, ഡസ് ഷി. അങ്ങനെയാണെങ്കിൽ അവർ ഇന്ന് അവർ എഴുതുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? അവർ. മുബീൻ എന്ന് പറയാം. അവർ എഴുതുന്നുണ്ടോ? ഡു യു ദേ റൈറ്റ് എന്നാണോ? ആ, ഡു ദേ, ഡു ദേ, ഡു ദേ. അപ്പൊ ഇവിടെ നോക്കൂ, ഡു യു, നിങ്ങൾ ഐക്ക് പകരം യു ഇവിടെ യൂസ് ചെയ്താണ് കേട്ടോ. ഐ റൈറ്റിനെ തൽക്കാലം യു ആക്കി മാറ്റിയതാണ്. അത് നിങ്ങൾ എക്സാമ്പിൾ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു യു, ഡസ് ഷി, ഡു ദേ, ഡു വി, ഡു അനു ആൻഡ് വിനു, ഡസ് ഷി, ഡസ് ഹി, ഡസ് ഇറ്റ്. എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഇതന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സാധനമല്ലേ, ഇതന്നെയാണ് ഇവിടുത്തെ റൂൾ. എങ്ങനെ? ഡു യു, ഡു ദേ, ഡു വി, ഡു നെയിംസ്, ഡഷി, ഇങ്ങനെ തിരിച്ചു വരിക. ഇവിടെയും ഈ റൂള് ഇതന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ അത് ശരിയാവട്ടോ. അല്ലെങ്കിൽ എഴുതുമ്പോഴെങ്കിലും ഇനി തെറ്റരുത്. അപ്പോൾ അവർ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്നുള്ളത്, ഡു ദേ ഗോ ടു മാരേജ് ടുഡേ? ഡു ദേ? അവരൊന്ന് കല്യാണത്തിന് പോകുന്നുണ്ടോ?
ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ളതും. ഡു ദേ ഗോ ടു മാരേജ് ടുഡേ. നമുക്കിനി ഗ്രാമർ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ വേറെയും ചെയ്യാനുണ്ട്, അതിനൊക്കെ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഞാൻ തരുന്ന വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് പോവാം. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത വർക്ക് വരുന്നത് ഇതാണ്. മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നതിൻ്റെ ഹെഡിങ്ങിൽ താഴെ നിങ്ങൾ 3 കോളം വരച്ചിടുക. 3 കോളം വരയ്ക്കുക. കോളം വരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ കോളം വരച്ചിട്ട് ആദ്യത്തെ കോളത്തിൽ നമുക്കുള്ള 15 സെൻറ്റൻസുകൾ, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അതിലുള്ള 15. ബാക്കിയുള്ള ടെൻസിലും എഴുതാം, പക്ഷെ അത് ഇപ്പോൾ വേണ്ട. 15 ഇതാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ എഴുതണ്ട കേട്ടോ, കോളം വരച്ച് വെച്ചാൽ മതി. അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് ആദ്യത്തതിന് ഇവിടെ ഇങ്ങനെ എഴുതാം, ഡു യു റൈറ്റ്. ഡു യു റൈറ്റ്, നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ വരും. ഇത് കഴിഞ്ഞു കേട്ടോ, നിങ്ങൾ ബോറടിക്കണ്ട. ഡു യു റൈറ്റ് എന്ന് ഞാൻ ചോദിക്കട്ടെ. മുബീന നെക്സ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇവിടുത്തെ എഴുതണ്ട കേട്ടോ. മുബീന ഒന്ന് പറയോ? He അല്ല does ആ does he ഡസ് eat ഈറ്റ്, പിന്നെ എസ് വേണ്ട. ഈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. ഈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെയോ do they walk? ഓക്കെ, ഇവിടെയോ doesn't അല്ല does Mary run? ഓക്കെ, പോട്ടെ, അങ്ങനെയാണ് പോട്ടെ. ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഐ റോട്ട്. അപ്പോൾ ഐ റോട്ട് നമുക്ക് യു ആക്കി മാറ്റാട്ടോ. അതിനെ ഐ എന്നുള്ളതിനെ നമുക്ക് യു ആക്കിയിട്ട് മാറ്റാം. അപ്പോഴേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഡു യു റോട്ട് അല്ല, ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റിനുള്ളിൽ ആരാണ് ഉണ്ടാവുക? ഇത് ഞാൻ വെയിറ്റ് യു റോട്ട്. പാസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് ആണ് കിട്ടാന്ന് പറഞ്ഞു. ഡിഡ് യു റോട്ട് അല്ല, റൈറ്റ് ആയി മാറും. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിഡിനെ പുറത്തെടുത്താൽ ഇത് റൈറ്റ് ആയി മാറും. അതും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നേരെ നമ്മൾ പിന്നെ ബാക്കിയുള്ള അതുപോലെ തന്നെ വരും. പിന്നെ നേരെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പം ഐ വിൽ പ്ലേ അല്ലെങ്കിൽ യു വിൽ പ്ലേ. അപ്പം നീ കളിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കും ഫ്യൂച്ചറിൽ? ഇവിടെ ഒരു പ്രയാസമില്ല, ഇതിനെടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അവിടെ ആദ്യം തന്നെ എന്തുണ്ട്? ഒരു വില്ലുണ്ട്. അപ്പോൾ വിൽ യു പ്ലേ. അപ്പൊ നീ നാളെ വരുമെന്ന് എങ്ങനെ ചോദിക്കും? നീ നാളെ വരുമെന്ന് എങ്ങനെ ചോദിക്കും? Will you next day എന്നാണ്. Will you come on tomorrow? Will you come on tomorrow? നാളെ നീ വരൂ. നാളെ അവൻ ബിരിയാണി തിന്നോ എന്ന് ചോദിച്ചു നോക്കൂ. നാളെ അവൻ ബിരിയാണി തിന്നോ ചോദിച്ചു. Will come. Will he eat? നാളെ will he eat ബിരിയാണി on tomorrow? അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും കേട്ടോ. ഇനി ഞാനൊരു കാര്യം കൂടെ ലാസ്റ്റ് ആയിട്ട് പറയാം. നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവായിട്ട് എഴുതാം. അതായത് ഡു യു റൈറ്റ്, നീ എഴുതുന്നുണ്ടോ, നീ എഴുതുന്നില്ലേന്നും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഡോണ്ട്, നേരെ ഇതിൻ്റെ ഡോണ്ട് ചേർത്താൽ മതി. നീ എഴുതുന്നുണ്ടോ, എഴുതുന്നില്ലേ. നമുക്കിതൊക്കെ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് ഈ രൂപത്തിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യുന്നത് കൂടി തന്നെ നിങ്ങൾ ഇതും കൂടെ ഫില്ല് ചെയ്യണം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല.
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പോലെ ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒരു 2 കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? യെസ് സാർ, മനസ്സിലായി. അപ്പം ഈ വർക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ വേറൊരു ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവിടേക്ക് വരാം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന കോളം സ്ക്രീൻഷോട്ട് ഒന്ന് സർ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിലിടോ. ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാളൊന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാകും കുറേയൊക്കെ. നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് അടുത്ത ഹെഡിങ് കൊടുക്കുക. സബ്ജക്ട്സ് എന്നാണ് അടുത്ത ഹെഡിങ്ങിൻ്റെ പേര്. സബ്ജക്റ്റ് ഒക്കെ നമുക്ക് അറിയാം, നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ ഇപ്പം അറിയാം ഇതിലേതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പേര് വിളിക്കുന്ന ആളൊന്ന് ജസ്റ്റ് വരണം. ഞാൻ നോക്കി തന്നെ വിളിക്കാം. ഓക്കെ, നീതു എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നീതു അവൈലബിൾ ആണോ? നീതു, ദെൻ ഷെഫീന അവൈലബിൾ ആണോ? നിങ്ങളെല്ലാവരും ഇൻ്ററാക്റ്റീവ് ആയിക്കോളൂ കേട്ടോ. മിസ്റ്റേക്ക് ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. തെറ്റ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയാതിരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഇതൊരു സ്ട്രിക്റ്റ് ക്ലാസ് അല്ല. ഇതങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പോകാനും പറ്റില്ല, ഗ്രാമർ ആയതുകൊണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പോയാൽ മതി. സെലീന, യു ദേർ? ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ, സബ്ജക്റ്റിന്റെ അർത്ഥം പറയണം. അതായത് ഐ എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന പോലെ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാം. ഐ നമ്മൾ മൊത്തം നമുക്ക് സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള സബ്ജക്റ്റുകളാണിത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ദെൻ മൈ, എൻ്റെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എഴുതി വെച്ചോളൂ കേട്ടോ. ഞാൻ എഴുതാൻ പറഞ്ഞാൽ അപ്പം തന്നെ എഴുതാം. ഐ ഞാൻ എന്ന് എഴുതിക്കോളൂ. നിങ്ങൾ മൈക്ക് എല്ലാവരും ഓൺ ചെയ്തോ, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞു. മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ. ദെൻ മീ, ആർക്കും പറയാം. എന്നെ എന്നും ഉദ്ദേശിച്ച് പറയില്ലേ? എന്നെ. അപ്പോൾ ഇത് നമുക്ക് സംസാരിക്കുമ്പോൾ എഴുതുമ്പോഴൊന്നും കിട്ടൂല. അപ്പോൾ എഴുതി വെച്ചോളൂ. നമ്മൾ എന്തായാലും ബേസിക് തുടങ്ങല്ലേ. മീ എന്ന് പറഞ്ഞാൽ എന്നെ, കോൾ മീ, ഫോളോ മീ എന്നൊക്കെ പറയാം. എന്നെ ഫോളോ ചെയ്യ്, എന്നെ കോൾ വിളിക്ക്. ദെൻ അങ്ങനെയാണെങ്കിൽ മൈന്, കൺഫ്യൂഷൻ ആയാലും എന്റേത് അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. എന്റേത്, ദാറ്റ്സ് മൈൻ, അത് എന്റേതാണ്. നമ്മൾ ഇതൊന്നും പഠിക്കാറില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് പഠിച്ചിട്ടാണ്ട് പോകും. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൺഫ്യൂഷനായി. അപ്പൊ മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത്. ദെൻ അടുത്തത് യു, നീ അല്ലെങ്കിൽ നിങ്ങൾ. നീ, നിങ്ങൾ രണ്ടും എഴുതി വെച്ചോളൂ. നീ, നിങ്ങൾ. ദെൻ ഇതിനൊന്നും മലയാളം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇടാത്തത് തന്നെയാണ്. ദെൻ യുവർ, നിങ്ങളുടെ. എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മംഗ്ലീഷിൽ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് തരാം ജസ്റ്റ്. കാരണം പലരും പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. യു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ. ഓക്കെ, യുവർ, നിങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ യുവേഴ്സ്, നിങ്ങളുടേത്. അതന്നെ, നിങ്ങളുടെ.
നിങ്ങളുടേത് ഇങ്ങനെ എഴുതാം. നിങ്ങളുടേത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാന്, എൻ്റെ, എന്നെ, എൻ്റേത്, നിങ്ങള്, നിങ്ങളുടെ, നിങ്ങളുടേത്. ഹി, അവൻ. അവൻ. ഹിസ്, അവന്റെ. അവന്റെ. ഹിം, ഹിം, അവരുടെ. അവന്റേത്. ഹിം, അവന്റേത്. അവന്റേത്. അല്ല. അവന്റേത്. അവൻ്റേത് എന്ന് പറയാറുണ്ട്. കോൾ ഹിം, അവനെ. അവനെ അവനെ വിളിക്കുക. അവനെ. കോൾ ഹിം, അവനെ. വേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്നത് ഫുള്ള് തെറ്റൊന്നല്ല. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയാം. അവൻ, അവന്റെ, അവനെ. ഷീ പറയും. അവൾ. അവൾ. ഹർ, അവളുടെ. അവളുടെ. then hers, അവളുടേത്. അതെ നമ്മളിവിടെ യുവേഴ്സ്, നിന്റേത്, നിങ്ങളുടേത് എന്ന് പറഞ്ഞ പോലെ ഈ ഏഴ്സ് വരുമ്പോൾ ഒടേത് എന്നുള്ള രീതിയിൽ അവസാനിക്കും. ഹേഴ്സ്, അവളുടേത്, അത് അവളുടേതാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അവള്, അവളുടെ, അവളുടേത്. then they, അവർ. them, അവരുടെ. അവരുടെ. അവരെ. call them, അവരെ വിളിക്ക്. call them, please call them, അവരെ ഒന്ന് വിളിക്ക്. then അപ്പോ അവര്, അവരെ, their, അവരുടെ അല്ല, അവരുടെ അവരുടെ, അവരുടെ എഴുതണം കേട്ടോ, എഴുതിക്കോളൂ. അവരുടെ. then theirs, theirs, അവരുടേത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ യുവേഴ്സ്, ഹേഴ്സ്, theirs. ഞാൻ സ്പീഡ് ഒന്ന് പറയാം, നിങ്ങൾ എൻ്റെ കൂടെ പറയാ. ഞാന്, എൻ്റെ, എന്നെ, എന്റേത്, നിങ്ങള്, നിങ്ങളുടെ, നിങ്ങളുടേത്, അവൻ, അവന്റെ, അവനെ, അവള്, അവളുടെ, അവളുടേത്, they, them, അവര്, their. അപ്പോ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വെക്കേണ്ടതായിരുന്നു. നമുക്കതൊക്കെ പഠിച്ചിട്ട് നമ്മൾ മറന്നുപോയതാണ്. അപ്പോൾ നമ്മൾ അതൊന്നുകൂടെ റിമൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഇടക്കിടക്ക് സ്പീഡിൽ ചോദിക്കും. അപ്പോൾ അത് പറയണം. ഒരു 2-3 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് അടുത്ത ഹെഡിങ് കൊടുക്കുക, ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഒരു സെഷൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യൻ വേർഡ് നമുക്കറിയാം, നമ്മളെ വിചാരം നമുക്കറിയാമെന്നാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് ഇന്ന് തിരുത്തണം. ഹെഡിങ് കൊടുത്തില്ലേ? നിങ്ങൾ എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. വാട്ട് അർത്ഥം പറയാം. എഴുതിക്കോളൂ. എന്ത്. then വിച്ച്, ഏത്. ഏത് എന്നാണ് കേട്ടോ. ഏത്. then അടുത്തത് വേറെ. എവിടെ എവിടെ അറിയാം, എവിടെ. then when, എപ്പോൾ. then why, എന്തുകൊണ്ട്. എന്തുകൊണ്ട് എഴുതിക്കോളൂ കേട്ടോ, സ്പീഡിൽ എഴുതിക്കോളൂ. എന്തുകൊണ്ട്. then who, ആര് ആര് അങ്ങനെ ചോദിക്കും. then whom, ആരുടേത്. ആയിട്ടില്ല, ഒന്നും എത്തിയിട്ടില്ല. whom, ആരുടെ. ആരെ. വേറെ മീനിങ് ഉണ്ട്, തൽക്കാലം ഇത് പഠിക്കുക. ആരെ. then whose, ആരുടെ ആരുടെ
എങ്കിൽ ആരുടേതെന്നും പറയാം. ആരുടെ എന്ന് എഴുതിക്കോളൂ. ആരുടെ. ഹൂസ് പെൻ ഇസ് ദിസ്? ഇത് ആരുടെ പേന? ഓക്കെ, ആരുടെ. ദെൻ ഹൗ. എപ്പോൾ ഹൗ എങ്ങനെ ഹൗ എങ്ങനെ ഇങ്ങനെ എങ്ങനെ. ദെൻ ഹൗ മച്ച്. എത്ര എത്ര നമുക്ക് അളന്ന് പറയാൻ പറ്റുന്നതിനെയാണ് ഹൗ മച്ച് എന്ന് പറയാ. ജസ്റ്റ് എത്ര. ഒരു വാക്കും കൂടെ എഴുതിക്കോ, ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അളവ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അളവ്. എത്ര. നമ്മൾ വാല്യൂ, അളവ് എന്നതിന് പകരം ഇങ്ങനെ എഴുതാം, വാല്യൂ. നമ്മൾ വാല്യൂ ചോദിക്കുമ്പോൾ, അപ്പോൾ വില ചോദിക്കുമ്പോഴൊക്കെ അതിനെ വാല്യൂ എന്ന് പറയുന്നത്. എത്ര അളവ്. ഹൗ മച്ച് പ്രൈസ് ഫോർ ദാറ്റ്. ഐ ലൈക്ക് ദിസ് ബാഗ്. ഹൗ മച്ച് ഇസ് ദാറ്റ്? ഇതിന് എന്താ വില? എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടമായി. ഇതിന്റെ വില ഹൗ മച്ച് ഇസ് ദ പ്രൈസ് എന്ന് നമുക്ക് ചോദിക്കാം. ഹൗ മച്ച്, എത്ര, വാല്യൂ. അതങ്ങനെ വാല്യൂ എന്ന് പറയാനുള്ള കാരണം ഇവിടെ അടുത്തത് വരുന്നുണ്ട്. ഹൗ മെനി. എത്ര എണ്ണം? എത്ര എണ്ണം. പിന്നെ അടുത്തത് നമ്മൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഹൗ ലോങ്. എത്ര ദൂരം. അല്ല, എല്ലാരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് അഗോ നമ്മൾ കഥയിലൊക്കെ പറയാറുണ്ട്, വളരെ വളരെ മുമ്പ്. അതായത് എത്ര കാലം. എത്ര മുൻപ്. നമ്മൾ ലോങ് എന്ന് കേട്ട ദൂരം കുറെ ലോങ് ആണെന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ടാ. ലോങ് എന്ന് പറഞ്ഞാൽ ദൂരല്ല. ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് അഗോ, വളരെ വളരെ പണ്ട്, കാലം. അപ്പൊ ദൂരം ചോദിക്കാൻ വേറെ വാക്കുണ്ട്. അതേതാ? How far. ഹൗ ഫാർ. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇവിടുന്ന് കാലിക്കറ്റിക്ക് എത്ര ദൂരം ഉണ്ട്? ഹൗ ഫാർ ഫ്രം ഹിയർ ടു കാലിക്കറ്റ്. ഹൗ ഫാർ, എത്ര ദൂരം. എത്ര ദൂരം. എത്ര ഫാർ എന്ന് എഴുതില്ല, എത്ര ദൂരം. അതിന് ഈ വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. എത്ര ദൂരം. ഹൗ ഫാർ ഹിയർ ഫ്രം കാലിക്കറ്റ്. ദെൻ അടുത്ത നോക്കൂ, ഹൗ ഓഫൺ. എത്ര നേരം. എത്ര തവണ. ഹൗ ഓഫൺ ഡിഡ് യു വിസിറ്റ് ഊട്ടി. നിങ്ങൾ എത്ര തവണ ഊട്ടി വിസിറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ. ലാസ്റ്റ് വൺ, വാട്ട് കൈൻഡ്. എന്ത് ചെയ്യും? ഏത് തരം. വിച്ച് കൈൻഡ്, ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു, ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചു. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. സംസാരിക്കാനും നിങ്ങളുടെ സംസാരം നന്നാക്കാനും ഗ്രാമർ പഠനം നന്നാക്കാനും ഒക്കെ ആവശ്യമാണ്. നന്നായിട്ട് ഇന്ന് എടുത്ത ടോപ്പിക്കുകളൊക്കെ വായിച്ചു നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. 2 വർക്ക് ഞാൻ തന്നിട്ടുണ്ട്. 2 വർക്ക് ചെയ്തിട്ട് തരാം. താങ്ക് യു. വേറെ ഡൗട്ടൊന്നും ഇല്ലാന്ന് ഡൗട്ടുള്ള ഗ്രൂപ്പിലൊക്കെ എനിക്ക് ചോദിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Thank you, sir. Good night. Good night. Good night. Welcome.